ഹായ് എവരിവൺ, ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ വസന്ത് ഭാഗ് 3-ലെ രണ്ടാമത്തെ ലെസനാണ് നോക്കുന്നത്. രണ്ടാമത്തെ ലെസണിലെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. നമ്മൾ ആ ലെസണിനെ ഒരു 2-3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോ ഒരു ഫസ്റ്റ് പാർട്ടായിരുന്നു, അത് കാണാത്തവർ കാണണം. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഈ ലെസൻ്റെ പേര് ലാക്കി ചൂടിയ എന്നാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് കംതനാഥ് എന്ന ലേഖകനാണ്, ആളാണ്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ജിബീസ് ക്ലാസ്സസ് എന്ന് നേരെ ഇതിനിവിടെ ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഇടുമ്പോൾ തന്നെ കിട്ടും, അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാവുന്നു. അപ്പോൾ ഈ ലേഖകൻ എല്ലാ വെക്കേഷനിലും ലേഖകൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോകും, അമ്മാവൻ്റെ വീട്ടിൽ പോകും. അമ്മാവൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു ബദ്ലു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ബദ്ലുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ലേഖകൻ കൊച്ചായിരുന്നപ്പോൾ. അപ്പോൾ ആ ബദ്ലു നല്ല സുന്ദരമായ ലാക്ക് കൊണ്ടുണ്ടാക്കിയ, അതായത് ഒരു റെസിൻ കൊണ്ടുണ്ടാക്കുക ഒരു പശ പോലെയുള്ള സാധനമാണ്, അത് ഉരുക്കി വളകൾ ഉണ്ടാക്കാറുണ്ട് അയാൾ. അപ്പോൾ ആ വളകൾ ഉണ്ടാക്കുന്ന ആ ആള് ബദ്ലു എന്നാണ് അയാളുടെ പേര്. ആ ബദ്ലു നല്ല കളർഫുള്ളായിട്ടുള്ള പല കളറിലുള്ള ഗോലികൾ, നമ്മുടെ നാട്ടിൽ കോട്ടിയ എന്നൊക്കെ പറയും, ഗോലി അതുപോലെയുള്ള ഗോലികളുണ്ടാക്കി ഈ ലേഖകന് കൊടുക്കുമായിരുന്നു കുഞ്ഞതായിരുന്നപ്പോൾ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോൾ എപ്പോൾ അവിടെ പോയാലും അയാളുടെ അടുത്ത് പോകുമായിരുന്നു, അയാളുടെ അടുത്ത് സമയം ചെലവഴിക്കുമായിരുന്നു ഈ ലേഖകൻ. അപ്പോൾ ഇതാണ് അയാൾ, ബദ്ലു എന്ന് പറഞ്ഞ ആൾ. അയാളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു ആര്യവേപ്പ്, കഴിക്കുന്ന വേപ്പിൻ്റെ മരമുണ്ട്. ആ മരത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് ആ മരം. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് അയാൾ ഈ നമ്മുടെ വളകൾ ഉണ്ടാക്കുന്നത്. അതിനവിടെ തന്നെ ഒരു അടുപ്പുണ്ട്. അടുപ്പിൽ ഈ ലാക്ക് ഉരുക്കിയിട്ടാണ് ഈ വളകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ അയാളുടെ ജോലി തന്നെ അത് തന്നെയാണ്, അതിൽ നിന്നാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ബദ്ലു മാമ എന്നാണ് വിളിക്കേണ്ടിരുന്നാലും എല്ലാവരും അവിടെ ബദ്ലു കാക്ക എന്നാണ് അയാളെ വിളിച്ചുകൊണ്ടിരുന്നത്, ബദ്ലു കാക്ക. അപ്പോൾ ബദ്ലു കാക്ക എന്ന് തന്നെയാണ് ഈ ലേഖകനും അയാളെ വിളിച്ചത്. ഇപ്പോൾ അതായത് ഒരു ആര്യവേപ്പിൻ്റെ, കഴിക്കുന്ന വേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ ഇരുന്നാണ് അയാൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതുണ്ടാക്കിയിട്ട് ബാംഗിൾസ്, വളകൾ ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു റോഡ് പോലെയുള്ള, അതായത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഇതുണ്ടല്ലോ, ഉരുണ്ടിട്ടുള്ളത് പരത്തുന്ന സാധനം. അപ്പോൾ ആ പരത്തുന്ന സാധനം പോലെയുള്ളതിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാ ബാംഗിൾസും കയറ്റിയിടും. എന്നിട്ട് അതിനെ ഷേപ്പ് വരുത്തും, അതിന് നല്ല ഷൈനിങ് ആക്കും. അങ്ങനെയുള്ളതൊക്കെ അതിനെക്കുറിച്ച് അയാൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അയാൾ ഒരു മുട്ടിപ്പലകൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ അയാളുടെ ഒരു ഹുക്ക, അതായത് വലിക്കുന്ന സാധനം, പുക വലിക്കുന്ന സാധനം, ആ ഹുക്കയും അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പുക വലിക്കാറുണ്ട്. അപ്പോൾ ഈ കൊച്ചായിരുന്ന ലേഖകനെ ലല എന്നാണ് അയാൾ വിളിച്ചിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൾ ബദ്ലു കാക്ക ഇങ്ങനെ വളകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ വളകൾ ഉണ്ടാക്കുന്നത് പല മണിക്കൂറുകളോളം ഈ ലേഖകൻ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ എന്നിട്ട് അയാൾ ഈ ഉണ്ടാക്കിയ വളകൾ ആ ബേലൻ എന്ന് പറഞ്ഞാൽ, അതായത് ചപ്പാത്തി പരത്തുന്ന പോലെയുള്ള ഒരു ഉരുണ്ട തടി കഷ്ണത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിടും. തടി കഷ്ണത്തിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടിട്ട് അയാളിങ്ങനെ നോക്കും. ഒരു നവവധുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്ത പോലെ അത്ര ആശ്ചര്യത്തോടെ അങ്ങനെ ഇത് നോക്കിയിരിക്കും കുറച്ചു നേരം നിശബ്ദനായി. അപ്പോൾ അതുവരെയായിരുന്നു നമ്മൾ ഇന്നലെ, അതായത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. അപ്പോൾ ഇത് ഓരോ ലൈനും വായിക്കുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി സമയം എടുക്കുന്നത്. ഓരോ ലൈനും വായിച്ച് അപ്പോൾ ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബദ്ലു മനിഹാർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വളയുണ്ടാക്കുന്ന ആളെയാണ് മനിഹാർ എന്ന് പറയുന്നത്. ചൂടിയാം ബനാന ഉസ്കാ पैतृक पेशा था.
ചൂടിയ എന്ന് പറഞ്ഞാൽ വള ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. വളകൾ ഉണ്ടാക്കുന്നത് അയാളുടെ പാത്രിക് പേശാത്ത. പാത്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ അതേ ജോലിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അയാളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഓർ വാസ്തവമേ ബഹുത് ഹി സുന്ദർ ചൂടിയാൻ ബനാത്ത താ. അപ്പോൾ അയാൾ ശരിക്കും വാസ്തവത്തിൽ അയാൾ ഭയങ്കര നല്ല സുന്ദരമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളകൾ ഉണ്ടാക്കും. ഉസ്കി ബനായി ഹുയി ചൂടിയാ കി ഖപത് ബി ബഹുത് थी. അപ്പോൾ ഒരുപാട് ഖപത്ത് എന്ന് പറഞ്ഞാൽ ചിലവ് ഒരുപാട് ചിലവാകുകയും ചെയ്യായിരുന്നു. എന്താന്ന് വെച്ചാൽ അയാൾ നല്ലതായിട്ട് നല്ല സുന്ദരമായ വളകൾ ഉണ്ടാക്കുമായിരുന്നു, നല്ല ഭംഗിയുള്ള വളകൾ. ഉസ് ഗാവ് മേ തോ സബി സ്ത്രീയാ ഉസ്കി ബനായി ഹുയി ചൂടിയാ പഹൻതി ഹി थी. അപ്പോൾ അയാളുടെ ആ വില്ലേജിലുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകളും അയാൾ ഉണ്ടാക്കുന്ന ഈ വളകൾ ആണ് ഉപയോഗിക്കാറ്. ആസ്പാസ് കി ഗാവോ കി ലോഗ് ഭി ഉസേ ചൂടിയാ ലേ ജാത്തേ थे. അപ്പോൾ അവർ കൂടാതെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള സ്ത്രീകൾ പോലും ഇയാളുടെ അടുത്ത് വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് വളകൾ വാങ്ങിച്ചുകൊണ്ട് പോവാറുണ്ട്. परंतु वह कभी भी चूड़ियों को पैसे से बेचता ना था. അപ്പോൾ പരന്തു എന്ന് പറഞ്ഞാൽ പക്ഷേ അയാൾ കബീബി ഒരിക്കലും ഈ വളകളെ പൈസയ്ക്ക് വേണ്ടി അല്ല വിറ്റിരുന്നത്. അതായത് ആ വളകൾക്ക് പകരം പൈസയല്ല അയാൾ വാങ്ങിയിരുന്നത്. ഉസ്കാ അഭി തക് വസ്തു വിനിമയ കാ തരീഖ था. വസ്തുവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് പകരമായിട്ട് വേറൊരു വസ്തു വാങ്ങുക. വേറൊരു വസ്തു ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു വസ്തു അങ്ങോട്ട് കൊടുക്കുക. വളകൾ കൊടുത്തിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുക. അതിന് ബാർട്ടർ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതായിരുന്നു ഇപ്പോഴും അയാൾ ഫോളോ ചെയ്യുന്നത്. ആ സമയത്തും അയാൾ അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർ ലോഗ് അനാജ് കെ ബദലെ, അനാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങൾ, അനാജ് കെ ബദലെ ഉസ്സെ ചൂടിയാ ലേ ജാത്തേ थे. അപ്പോൾ ധാന്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാളുടെ നിന്ന് ഈ വളകൾ വാങ്ങിച്ചുകൊണ്ട് പോകും. ബദ്ലു സ്വഭാവ में बहुत सीधा था. സീത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവമായിരുന്നു, സ്വഭാവം കൊണ്ട് വളരെ പാവമായിരുന്നു. मैंने कभी भी उसे किसी से झगड़ते नहीं देखा. അപ്പം ഞാൻ ഒരിക്കലും മേനെന്ന് പറഞ്ഞാൽ ഞാൻ കബീബി ഒരിക്കലും കിസിസ് ജഗടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കൂടുക അല്ലെങ്കിൽ അടി കൂടുക, വഴക്ക് കൂടുക. അപ്പോൾ അയാളെ വേറൊരാളുമായിട്ടും വഴക്ക് കൂടുന്നത് കണ്ടിട്ടില്ല, ചീത്ത പറയുന്നതോ വഴക്ക് കൂടുന്നതോ ഒന്നും കണ്ടിട്ടില്ല. हाँ, शादी विवाह के अवसरों पर वह अवश्य जिद पकड़ जाता था. അപ്പോൾ ഷാദി വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾ നല്ല കടുംപിടുത്തം പിടിക്കും. ജിദ് പകട് ജാത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കടുംപിടുത്തം, അതായത് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാൽ അത്ര തന്നെ അയാൾക്ക് വേണം. അപ്പോൾ അങ്ങനെ അത് കല്യാണങ്ങൾക്ക് മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. ജീവൻ ഭർ ചാഹെ കോയി ഉസേ മുഫ്ത് ചൂടിയാ ലേ ജായേ. ജീവിതത്തിൽ മൊത്തം, അതായത് ഒരുപാട് അയാളുടെ നിന്ന് മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വളകൾ കൊണ്ടുപോയിക്കോട്ടെ. പരന്തു വിവാഹ അവസർ പർ വഹ സാരി കസർ നിക്കാൽ ലേത്താ था. അപ്പോൾ കസർ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് നുക്സാൻ അല്ലെങ്കിൽ എന്താ അതിന് പറയുക, നഷ്ടം. അതായത് ആർക്കെങ്കിലും വെറുതെ കൊടുത്താലും അങ്ങനെയുള്ള ഒരു നഷ്ടം അല്ലെങ്കിൽ ആ ലാഭം കിട്ടാത്ത അവസ്ഥ, അത് ഈ കല്യാണങ്ങൾ വരുമ്പോൾ അതിൽ കൂടുതൽ പൈസ വാങ്ങിയിട്ട് അയാൾ ആ ലാഭങ്ങൾ നികത്തും. അപ്പോൾ ആ നഷ്ടങ്ങൾ നികത്തും. അപ്പോൾ അത് ലാഭത്തിൽ ആ കല്യാണത്തിന് ഈ വളകൾ വിറ്റിട്ട് ആ നഷ്ടം വന്നത് എന്താണോ അതെല്ലാം ഈ എന്താണ് കല്യാണ സീസണിൽ അയാൾ പിടിക്കും. परंतु विवाह के अवसर पर वह सारी कसर निकाल लेता था. आखिर सुहाग के जोड़े का महत्व ही और होता है. അതായത് സുഹാഗ് എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഉണ്ടാക്കുന്ന വളകളുടെ ജോഡികളുടെ മഹത്വം എന്ന് പറയുന്നത്, വാല്യൂ പറയുന്നത് അത് വേറൊന്നു തന്നെയാണ്. അതിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലാണ്. അത് അതിൽ കുറേ പണികളുണ്ടാവും, നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ മുझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर ज़रा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, മുझे याद है, എനിക്ക് ഓർമ്മയുണ്ട്, മേരെ മാമാക്ക് യഹാ കിസി ലड़की വിവാഹ പർ, എൻ്റെ അങ്കിളുടെ അവിടെ ഏതോ ഒരു കുട്ടീൻ്റെ ഏതൊരു പെൺകുട്ടിയുടെ എന്താണ് കല്യാണത്തിന് ജറാസി കിസി ബാത് പർ ബിഗഡ് ഗയാ था. എന്തോ ഒരു ചെറിയ കാര്യത്തിന്, ചെറിയൊരു വാക്ക് തർക്കത്തിൽ അയാൾക്ക് ദേഷ്യം വന്നു. ബിഗഡ് ഗയാ, ദേഷ്യം വന്നു, അതായത് പിണങ്ങി. ഓർ ഫിർ ഉസ്കോ മനാനെ മേ
ലോഹേ ലഗ്ഗേതെ. അതായത് ഇതൊരു ഒരു പറച്ചിലാണ്. അതായത് ലോഹേ ലഗ്ഗേതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടമായിരുന്നു അയാളെ ഒന്ന് ശാന്തനാക്കാൻ, അയാളെ ഒന്ന് ശരിയാക്കി എടുക്കാൻ, അതായത് അയാളുടെ മൂടൊന്ന് ശരിയാക്കി എടുക്കാൻ ഒരുപാട് പണിപ്പെട്ടു. विवाह में इसी जोड़े का मूल्य इतना बढ़ जाता था कि उसके लिए उसकी घरवाली की सारे वस्त्र मिलते, ढेरों अनाज मिलता, उसको अपने लिए पगड़ी मिलती और रुपए जो मिलते सो अलग. അപ്പോൾ വിവാഹ में ഇസി ജോഡേക്ക മൂല്യം ഇത്തന ബഡ് ജാത്ത. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ വളകളുടെ ജോഡികൾക്ക് അതിൻ്റെ വാല്യൂ കല്യാണങ്ങൾക്ക് ഒരുപാട് അതിൻ്റെ വാല്യൂ കൂടി, അതായത് വില കൂടുന്ന. उसके लिए उसकी घरवाली के सारे वस्त्र मिलता है. घरवाली എന്ന് പറഞ്ഞാൽ ഭാര്യ, അയാളുടെ ഭാര്യയ്ക്കുള്ള എല്ലാ വസ്ത്രങ്ങളും കിട്ടും. ഈ കല്യാണത്തിന് വളകൾ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഢേരോ അനാജ് മിൽത്തെ. ഢേരോ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, കഴിക്കാനുള്ള ഗോതമ്പും പൾസസും അങ്ങനെയുള്ള അനാജ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ കിട്ടും. ഉസ്കോ അപ്പനിലെ പകടി മിൽത്ത. പകടി എന്ന് പറഞ്ഞാൽ തലയിൽ കെട്ടുന്ന ഈ തുണി, തുണി പോലെ പകടി മിൽത്തി. ഓർ റുപ്പിയ ജോ മിൽത്തെ സോ അലഗ്. അപ്പോൾ പൈസയും കിട്ടും, അത് വേറെ പൈസയും കിട്ടും. പൈസേൻ്റെ കൂടെ ധാന്യങ്ങൾ കിട്ടും, ഭാര്യകളുടെ വസ്ത്രങ്ങൾ കിട്ടും, ഇയാൾക്ക് പകടി കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിവാഹത്തിന് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം കിട്ടും. യദി സംസാർ മേ ബദലൂ കോ കിസി ബാത് സെ ചിढ़ दी तो वह थी कि कांच की चूड़ियों से. അപ്പോൾ യദി എപ്പോഴെങ്കിലും, അതായത് സംസാരം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യത്തോട്, എന്തെങ്കിലും വസ്തുവിനോട് കലിപ്പുണ്ടായിരുന്നെങ്കിൽ, ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ കുപ്പിവളയോടെയായിരുന്നു. കുപ്പിവള, കാജ് കി ചൂടിയ. കാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്. കുപ്പിവളയോട് ഭയങ്കര കലിയായിരുന്നു, ദേഷ്യമായിരുന്നു കുപ്പിവള കാണുന്നത് തന്നെ. ബദലൂക്കു കിസി ബാത് സെ ചീട് ഥി. ചീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിശം, ഏതെങ്കിലും കാര്യത്തോട് അരിശം ഉണ്ടെങ്കിൽ അതെന്തിനോടായിരുന്നു? കാജ് കി ചൂടിയോസെ. കാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പിവളകളോടാണ് ദേഷ്യം ഉണ്ടായിരുന്നത്. യദി കിസി ഭി സ്ത്രീ കെ ഹാത്തോമേ ഉസെ കാജ് കി ചൂടിയാ ദിഖ് ജാത്തി. അത് ഏതെങ്കിലും സ്ത്രീകൾ ഈ കുപ്പിവള ഇട്ട് കണ്ടു കഴിഞ്ഞാൽ तो वह अंदर കൂട്ട് ഉട്ത്ത. ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഫ്രസ്ട്രേഷൻ, അതായത് ദേഷ്യം വരും, കലി വരും. ഓർ കഭി തോ ദോ ചാർ ബാത്തേ ഭി സുനാ ദേത്ത. അപ്പോൾ ചിലപ്പോഴൊക്കെ കഭി തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അയാൾ 2 or 4 അവരെ കേൾപ്പിക്കുകയും ചെയ്യും. അതായത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചീത്തയും പറയാറുണ്ട്, അതായത് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും, കമൻറ്റും ചെയ്യും. അപ്പോൾ മുझे तो वह घंटों बात किया करता. എൻ്റെ അടുത്ത് മണിക്കൂറുകളോളം ഇയാൾ എന്നോട് വർത്തമാനം പറയാറുണ്ട്. കഭി മേരി പഠായി കെ ബാരെ മേ പൂछता. അപ്പോൾ മുझसे तो वो घंटों बात किया करता था. അപ്പോൾ എന്നോട് ഒരുപാട് വർത്തമാനം പറയും മണിക്കൂറുകളോളം. കഭി ചിലപ്പോഴൊക്കെ മേരി പഠായിക്ക് ബാരേമേ, എൻ്റെ പഠിത്തത്തെക്കുറിച്ച് ചോദിക്കും. പഠായിക്ക് ബാരേമേ പൂछता. കഭി മേരെ ഘർ കെ ബാരേമേ, എൻ്റെ വീട്ടിനെ കുറിച്ച്. ഓർ കഭി യൂं ही ഷെഹർ കെ ജീവൻ കെ ബാരേമേ, അതായത് സിറ്റി ലൈഫിനെ കുറിച്ച്. പട്ടണത്തിൽ ജീവിക്കുന്ന കൊച്ചാണിത്. അപ്പോൾ അവിടുത്തെ ഇതിനെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്. മേ ഉസ്സെ कहता कि शहर में सब कांच की चूड़ियाँ पहनते हैं. അപ്പോൾ ഞാൻ അയാളോട് പറയും, ബദലു കാക്കയോട് പറയും, പട്ടണത്തിൽ, ഷെഹർ എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ എല്ലാവരും കാഞ്ച് കി ചൂടിയ പഹനത്തെ. അപ്പോൾ എല്ലാവരും ഈ കുപ്പിവളയാണ് അവിടെ ഉപയോഗിക്കാറ്. तो वह उत्तर देता. പിന്നെ അയാൾ അപ്പോൾ ഉത്തരം പറയും. അയാൾ പറയും ഷെഹർ കി ബാത് ഓർ ഹെ. സിറ്റിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് വേറെ തന്നെയാണ്. ലാല വഹാ तो സഭി കുച്ച് ഹോത്താ ഹെ. അവിടെ എല്ലാം നടക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കും. വഹാ तो औरतें अपने मर्द का हाथ. അപ്പോൾ ഇതാണ് നമ്മുടെ ബദലു കാക്ക, ഇതാണ് ലേഖകൻ, കൊച്ചുകുട്ടിയായിരുന്ന ലേഖകൻ. അവിടെ ഒരു മുട്ടിപ്പലക പോലുള്ള അതിൽ ഇരുന്നിട്ട് അയാൾ പറയണത് കേൾക്കുകയാണ്. അപ്പോൾ ഷെഹറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അപ്പം ഹസ്ബൻഡിൻ്റെ ഹാത്ത് പകടക്കർ സഡക്കോ പർ ഘൂംതി ബി ഹെ.
അതായത് കയ്യിൽ പിടിച്ചുകൊണ്ട് റോട്ടിൽ കൂടെയൊക്കെ നടക്കും. പക്ഷേ ഇവിടെ ഗാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഓർ ഫിർ ഉൻകി കലായിയാ നാജൂക്ക് ഹോത്തി ഹെ, അവരുടെ റിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൈകൾ ഭയങ്കര സോഫ്റ്റാണ്, അല്ലെങ്കിൽ വലിയ ശക്തിയില്ലാത്തതാണ്. लाख की चूड़ियाँ पहने तो मोच ना आ जाए. അപ്പോൾ ലാക്കി ചൂടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുണ്ടാക്കുന്ന ചൂടികൾ, ഇയാളുണ്ടാക്കുന്ന വളകൾ, അത് കുറച്ചും കൂടി വെയിറ്റാണ് അതിന്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ വലിപ്പവും വെയിറ്റും ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൈ ഉളുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇതൊന്നും ഇടാത്തത് എന്ന് ലേഖകനോട് ആ ബദലുക്കാക്ക പറയുകയാണ്. ഇപ്പം ലേഖകൻ എന്ത് പറഞ്ഞു? സിറ്റിയിലെല്ലാം കുപ്പി വളകളാണ് ഇടുന്നത് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സിറ്റീൻ്റെ ലൈഫ് കുറച്ച് വേറെ തന്നെയാണ്. അവിടെ ഹസ്ബൻഡ് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം റോട്ടിൽ കൂടെ. അതുപോലെ തന്നെ അവരുടെ കൈയൊക്കെ സോഫ്റ്റാണ്, മുലായമാണ്, അത് നാജൂക്ക്, അതായത് അത്ര സ്ട്രോങ് അല്ല. അപ്പം ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളുടെയൊക്കെ കൈ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് ലാക്കി ചൂടിയാ ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അയാൾ. കഭി കഭി ബദലു മേരി അച്ചി ഖാസി ഖാതിർ ബി കർത്ത, കഭി കഭി ചിലപ്പോഴൊക്കെ ബദലു മേരി അച്ചി ഖാസി എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഖാതിർ ബി കർത്ത. ഖാതിർ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കും. ദിനോ ഉൻകി ഗായ്ക്ക് ദൂത് ഹോത്ത, എന്നാണോ അതായത് അയാളുടെ പശുവിൻ്റെ പാലുള്ള സമയം ഹോത്ത വോ മേരെ ലിയെ സദാ മലായി ബച്ചാക്കർ രക്ത. മലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാട, ടേസ്റ്റുള്ള ആ പാടയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മലായി എനിക്ക് വേണ്ടി എടുത്തു വയ്ക്കും. और आम की फसलों में और आम की फसलों में तो रोज़ ही उसके यहाँ से 2-4 ആം ഖാത്ത. അപ്പോൾ ആം കി ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയുടെ സീസണിൽ ഞാൻ അവിടെ നിന്ന് 2-4 മാങ്ങ ദിവസവും കഴിക്കുകയും ചെയ്യും. എനിക്ക് മാങ്ങ ദിവസവും കഴിക്കാൻ തരും. परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह ये था कि लगभग रोज ही वह मेरे लिए 2-4 गोलियां बना देता. അപ്പോൾ ഇതിനെല്ലാം അപ്പുറം എനിക്ക് അയാളെ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ലഗ്ഭഗ് എന്താ പറഞ്ഞാൽ ഏകദേശം റോജ് ഹി എല്ലാ ദിവസവും വഹ മേരലിയെ അയാൾ എനിക്ക് വേണ്ടി ഏക് ദോ ഗോലിയ ബനാദേത്ത, ഈ ലാക്ക് കൊണ്ട് എനിക്ക് ഗോട്ടി അല്ലെങ്കിൽ ഗോലി 1-2 ഗോലി ദിവസം ഉണ്ടാക്കി തരും. അവിടെ എനിക്ക് മലായി തരും. അതുപോലെ തന്നെ എന്താണ് ആം എന്ന് പറഞ്ഞാൽ മാങ്ങപ്പഴം കഴിക്കാൻ തരും. അതുപോലെ തന്നെ എനിക്ക് ദിവസവും 1-2 അങ്ങനെ അതുകൊണ്ട് ലാക്ക് കൊണ്ടുണ്ടാക്കിയ നല്ല കളർഫുള്ളായ ഗോലികൾ ഉണ്ടാക്കി തരും. മേ ബഹുത ഹർ ഗർമി കി ചുട്ടി മേ അപ്നെ മാമാ കെ യഹാ ചലാ ജാത്ത. ഞാൻ സാധാരണ ഹർ ഗർമി കി ചുട്ടി മേ അപ്നെ മാമാ കെ യഹാ ചലാ ജാത്ത. എൻ്റെ അങ്കിളുടെ ആ ഗാവിൽ ബദലൂൻ്റെ ഉള്ള ആ വില്ലേജിൽ ഗ്രാമത്തിൽ ഞാൻ എന്നും പോകും. എൻ്റെ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്താണ് ചുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ഉള്ളപ്പോഴൊക്കെ ഞാൻ അവിടെ പോകും. ഓർ ഏകാദ് മീൻസ് ഒരു മാസം അല്ലെങ്കിൽ അരമാസം. ഏകാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏകാദ് മहीने വഹാ രഹക്കർ സ്കൂൾ ഖുൽനെ കെ സമയ തക് വാപ്പസ് ആ ജാത്ത. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് കാലം നിന്നിട്ട് സ്കൂൾ ഖുൽനേക്ക് സമയത്തക്ക്, അതായത് സ്കൂൾ തുറക്കുമ്പോഴേക്കും ഞാൻ വാപ്പസ് ആ ജാത്ത. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും എൻ്റെ വീട്ടിലോട്ട്. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया होऊंगा. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ ഞാൻ പോയിട്ടുണ്ടാവുള്ളൂ. तभी मेरे पिताजी एक दूर के शहर में बदली हो गई. അപ്പോൾ എൻ്റെ പിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്, അപ്പന്, അവൻ്റെ ഈ ലേഖകൻ്റെ അച്ഛന് एक दूर की शहर में बदली हो गई. ബദലി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ, ഒരു ദൂരെയുള്ള പട്ടണത്തിലോട്ട് സിറ്റിയിലോട്ട് ട്രാൻസ്ഫറായി, ജോലി ട്രാൻസ്ഫറായി. और एक लंबी अवधि तक मैं अपने मामा के गाँव न जा सका. ഒരുപാട് കാലം ഞാൻ എൻ്റെ മാമയുടെ ആ അങ്കിളുടെ ഗ്രാമത്തിൽ പോകാൻ പറ്റിയില്ല. ബദലൂനെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല. तब लगभग 8-10 वर्षों के बाद जब मैं वहाँ गया था तो इतना बड़ा हो गया था. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് 8-10 വർഷമായി കാണും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ആ മാമയുടെ
അങ്കിളുടെ ഗാവിൽ, അതായത് ഗ്രാമത്തിൽ പോകുന്നത്, ബദലുള്ള ആ ഗ്രാമത്തിലോട്ട് പോകുന്നത്. അപ്പോഴേക്കും ഞാൻ ഒരുപാട് വലുതായിരുന്നു. 8-10 वर्षों के बाद जब मैं वहाँ गया था तो इतना बड़ा हो चुका था कि लाख की गोलियों में मेरी रुचि नहीं रह गई थी. അപ്പോൾ എത്ര വലുതായിരുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് ഈ ലാക്കിൻ്റെ ഈ ഗോലികൾ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ വലുതായി, എനിക്ക് ആ ഗോലി കൊണ്ട് കളിക്കേണ്ട സമയം ഒക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ വലിയ അതിലെനിക്ക് രുചി നെഹി രഹി. രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം. അപ്പോൾ അതിലെനിക്കൊരു ഇഷ്ടം അപ്പോഴുണ്ടായിരുന്നില്ല. അത്രയും വർഷം കഴിഞ്ഞ് പോയപ്പോൾ വലുതായിരുന്നു ഞാൻ. അതുകൊണ്ട് അതാ गाँव में होते हुए भी कई दिनों तक मुझे बदलू का ध्यान न आया. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഗാവിൽ, ആ വില്ലേജിലായിരുന്നിട്ട് പോലും, ആ ഗ്രാമത്തിലായിരുന്നു, ബദലുവിൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് പോലും കൈ ദിനോ തക്, കുറേ ദിവസങ്ങൾ വരെ എനിക്ക് ഈ ബദലുവിൻ്റെ ധ്യാൻ തക് നെഹി ആയ, അതായത് ധ്യാൻ നെഹി ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ പോലും വന്നില്ല. ഈസ് ബീച്ച് मैंने देखा कि गाँव में लगभग सभी स्त्रियाँ कांच की चूड़ियाँ पहने हैं. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ ഒരുവിധം ഒട്ടുമിക്കവാറും എല്ലാ സ്ത്രീകളും ഈ എന്തിൻ്റെ വള ഇട്ടിരിക്കുന്നു? ഈ കുപ്പി വളകൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ വിരലെ ഹി ഹാത്തോ മേ മേനെ ലാക്കി ചൂടിയാ ദേഖി. വളരെ വിരളമായി, വളരെ കുറച്ച് കൈകളിൽ മാത്രമേ ഞാൻ ഈ ലാക്ക്, അതായത് ഇയാൾ ഉണ്ടാക്കുന്ന പോലെയുള്ള ലാക്കി എന്താണ് നമ്മുടെ ചൂടിയ കുറച്ച് കൈകളിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അങ്ങനത്തെ കൈകൊണ്ട് ഇയാൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ വളകൾ കുറച്ച് കൈകളിൽ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും കുപ്പി വളയായിട്ടിരിക്കുന്നത്. തബ് ഏക് ദിൻ സഹസാ മുझे ബദലു കാ ധ്യാന ഹോ ആയ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ബദലുവിൻ്റെ ഓർമ്മ വന്നു. बात ये हुई कि बरसात में मेरे मामा की छोटी लड़की आंगन में फिसल कर गिर पड़ी. അപ്പോൾ അതിനിടയിൽ ഒരു കാര്യം നടന്നു. അത് ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴയിൽ എന്ത് പറ്റി? മേരെ മാമാക്ക് ചോട്ടി ലടുക്കി, എൻ്റെ അങ്കിളുടെ ഏറ്റവും ചെറിയ പെൺകുട്ടി മകള് ആങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് ഫിസൽക്കർ ഗിർപടി. ഫിസൽക്കർ എന്ന് പറഞ്ഞാൽ വഴുക്കി വീണു. और उसके हाथ में कुछ कांच की चूड़ी टूटकर उसकी कलाई में घुस गई. അപ്പോൾ എന്തു പറ്റി? ആ വീണപ്പോൾ കയ്യിൽ കുപ്പിവള ഉണ്ടായിരുന്നു. ആ കുപ്പിവള പൊട്ടിയിട്ട് അതിൻ്റെ കുപ്പിച്ചിൽ എന്ത് പോയി? അതിൻ്റെ കയ്യിൽ, അതായത് റിസ്റ്റിൽ തുളഞ്ഞു കയറി. घुस गई और उससे खून बहने लगा. അപ്പോൾ അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. മേരെ മാമ ഉസ് സമയം ഘർ പർ നാ थे. അപ്പോൾ മാമയൊന്നും അപ്പോൾ അവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മുझे ही उसकी മരം പട്ടി കർണിപ്പടി. അപ്പോൾ ഞാൻ തന്നെയാണ് അവൾക്ക് ഇതെല്ലാം വെച്ച് കെട്ടിക്കൊടുത്തത്. മരുന്നൊക്കെ വെച്ച്, തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു, ബാൻഡേജൊക്കെ ഇട്ട് കൊടുത്തു. തബി സഹസ മുझे ബദലു കാ ധ്യാൻ ഹോ ആയ. അപ്പോഴാണ് ശരിക്കും എനിക്ക് ബദലുവിൻ്റെ ഓർമ്മ വന്നത്. ആ ബാങ്കിൽ ഉണ്ടാക്കുന്ന, വളകൾ ഉണ്ടാക്കുന്ന, ലാക്ക് കൊണ്ട് വള ഉണ്ടാക്കുന്ന ബദലുവിൻ്റെ ഓർമ്മ വന്നു. ഓർമ്മേനെ സോച്ചാക്കി ഉസ്സെ മിൽ ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ബദലുവിനെ കണ്ടിട്ട് കാണണം എന്ന് വിചാരിച്ചു. അഥാ ശാംകോ മേ ഘൂമത്തെ ഉസ്കെ ഘർ ചലാ ഗയ. അപ്പോൾ ഞാൻ വൈകുന്നേരം, ശാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം, അതായത് ഘൂമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് അവിടെ അയാളുടെ വീട്ടിൽ പോയി. घर चला गया. घर എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തി. बदलू वहीं चबूतरे पर नीम के नीचे एक घाट पर लेटा था. അപ്പോൾ അവിടെ ആ കൈക്കണ വേപ്പിൻ്റെ മരം ഉണ്ടെന്ന് പറഞ്ഞ മുറ്റത്ത് ഒരു കട്ടിൽ പോലെ ഉണ്ട്. അതിൻ്റെ മുകളിൽ അതിൽ കിടക്കുകയായിരുന്നു ബദലു. അപ്പോൾ ബദലു ഈ ഘാട്ട് പർ ലേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ബദലുവിനെ കണ്ടിട്ടുള്ള സംഭാഷണമാണ്, ബദലുവിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ തേർഡ് പാർട്ടിൽ നോക്കേണ്ടത്. അപ്പോൾ ഇതുവരെയുള്ള കഥ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.